സർക്കാരിന് ഈ ഇതിലെ എന്താണ് തടസ്സം എന്നുള്ളതാണ് നമുക്ക് അവരോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. കാശില്ലാണ്ടാണോ? ഖജനാവിൽ കാശില്ല, ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണോ വിഷയം? അങ്ങനെയാണെന്ന് തോന്നാത്ത വിധത്തിൽ ഇപ്പോൾ പല പല എന്താ പറയുക സംഗതികളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പലർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, PSC മെമ്പർമാർക്ക് അമിതമായി കൂട്ടിക്കൊടുക്കുന്നു, അങ്ങനത്തെ അതുപോലെ തന്നെ ചിലവുകൾ, അങ്ങനത്തെ ആഡംബരങ്ങൾ, ഇതൊക്കെ നോക്കിയാൽ പൈസ ഇല്ലാത്തത് കൊണ്ട് എന്ന് നമുക്ക് തോന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അടിസ്ഥാന വർഗമാണ്. അതിൽ തന്നെ പലരും ദളിതരാണ്. എത്രയോ ശതമാനം, 40% ദളിത് സ്ത്രീകളാണ്. എല്ലാവരും കടക്കെണിയിലാണ്, പലരുടെയും വീട് ജപ്തിയിലാണ്. അപ്പോൾ കടം വന്ന് മുടിഞ്ഞ് ആത്മഹത്യയുടെ മുനമ്പിലെത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഓണറേറിയം കുറച്ച് കൂട്ടിത്തരൂ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സമരമാണിത്. അപ്പോൾ വർഗസമര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തുനിന്ന് വരുന്ന ന്യായീകരണം ഒന്ന് 26,000 ആശമാരിൽ 400 പേരെ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ശരിയാണ്, എല്ലാവരും സമരം ചെയ്യുന്നില്ല. സമരം ചെയ്യാതിരിക്കാൻ പല പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, അവരുടെ രാഷ്ട്രീയ സംഘടന സമരത്തിലില്ല, അതൊരു കാരണമാണ് ആശമാർക്ക്. അതല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തിട്ട് ഉള്ള പൈസ കളയാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും 26,000-ൽ ഈ 400 പേരൊഴിച്ചുള്ള പലരും പങ്കെടുക്കാതിരിക്കുന്നത്. അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് 232 രൂപ കൊണ്ട് അവരുടെ കുടുംബം പുലരും, ഇവരുടെ കുടുംബം പുലരില്ല എന്നുള്ളൊരു ന്യായം അതിനകത്തില്ലല്ലോ, ഇല്ല. പിന്നെയുള്ള ഒരു പ്രശ്നം, SUCI പോലെയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഈ സമരം, അതിൽപ്പെട്ടവരാണ് ഈ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർ സമരം ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് 26,000 ആശമാർക്കാണ്, അല്ലേ? അവർ സമരം ചെയ്തോ സമരം ചെയ്തില്ല എന്നുള്ളതല്ല വിഷയം, അവരുടെയും കൂടി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരെ ഇരിക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മിക്കവാറും ദളിതരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരത്തെ പിന്താങ്ങുക എന്നുള്ളത് ഹൃദയമുള്ള കടമയാണ്, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളയാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? അത് അല്ല. ഇനി വേറൊന്ന്, കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ മേലെ ഈ സമരത്തിൻ്റെ പേരിൽ കേന്ദ്രത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ എന്തുകൊണ്ട് ഒരു ഇടതുപക്ഷ കക്ഷിക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നില്ല? കേന്ദ്രത്തിൻ്റെ മേൽ വളരെ സമ്മർദ്ദം ചെലുത്തി ഇവർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ അവിടുന്ന് പിടിച്ചു വാങ്ങി സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ളതും കൂടി കൂട്ടിക്കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതല്ലേ? അത് കേന്ദ്രത്തോട് ചോദിക്കേണ്ടതും ഈ അശമാരുടെ ഉത്തരവാദിത്തം. അതെ, അതെന്തിനാണ് ഇവരെ പോയിട്ട് അവിടെ പോയി സമരം ചെയ്യട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഒരു ദിവസത്തെ ബസ് കൂലിക്ക് പൈസ ഇല്ലാതെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന അവരോട് ഡൽഹിയിൽ പോയി സമരം ചെയ്യൂ എന്ന് പറയുന്നത് ഉചിതമാണോ? അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിനെതിരെയാണ് സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാവുന്ന ഒന്നാണോ ഇത്? അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ആശമാരുടെ സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് ഇടതുപക്ഷം എന്ന് പറയുന്ന കാഴ്ചപ്പാടുള്ള ഓരോ മനുഷ്യൻ്റെയും കടമയാണ്, ഓരോ മനുഷ്യ സ്ത്രീയുടെയും കടമയാണ്. ഇവിടുത്തെ നിശബ്ദത എന്ന് പറഞ്ഞാൽ അപമാനകരമാണ്, ഞാൻ മനസ്സിലാക്കും. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും ഈ ആശമാരുടെ സമരത്തോടുള്ള നിശബ്ദത വലിയ അപമാനമാണ് സമൂഹത്തിന്. എങ്ങനെ ഒരു സമൂഹത്തിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ ആശമാരുടെ നികുതിയും ഈ ആശമാരുടെ വോട്ടും തന്നെയല്ലേ ഇവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കും ഓരോ വോട്ടുണ്ട്, ഇവരുടെ നികുതിപ്പണം സർക്കാരിലേക്ക് പോകുന്നുണ്ട്.